പത്മനാഭനെക്കുറിച്ച് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ NSS ജനറൽ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് ജി സുകുമാരൻ നായർ. മന്നത്തിനെ അന്നും ഇന്നും വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരായ പ്രചാരണത്തിന് പിന്നിലെന്നും CPM-ന് നേരെ ഒളിയമ്പ്. ദുഷ്പ്രചാരണങ്ങളാൽ നായരും NSS-ഉം തളരില്ല, ഏതറ്റം വരെ പോകാനും മടിയില്ലെന്നും ജി സുകുമാരൻ നായർ. വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. അത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. ഈ അഭിപ്രായം ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇത് ജനങ്ങളുടെ അഭിപ്രായമല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ആ പത്രം ഇതിനുവേണ്ടി തെരഞ്ഞു പിടിച്ച് ഈ ചരമദിനത്തിന് മുമ്പായി തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ മന്നത്ത് പത്മനാഭനെ വർഗീയവാദി എന്ന് ആദ്യം വിശേഷിപ്പിച്ച, ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെല്ലാം നിൽക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മറന്നുപോകരുത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നായരോ NSS-ഓ ഭയപ്പെടാൻ പോകുന്നില്ല. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് സുകുമാരൻ നായർ പറയുന്നത്? ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജി സുകുമാരൻ നായർ CPM-നെതിരെ കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നത്. ഈ സമാധി ദിനമായിരുന്നു, അതിന്റെ വാർഷികമായിരുന്നു ഇന്ന്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് ജി സുകുമാരൻ നായർ ഈ പ്രസംഗം നടത്തിയത്. വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് മന്നം വിമോചന സമരത്തിൽ പങ്കെടുത്തതെന്നാണ് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ദേശാഭിമാനി ലേഖനത്തിൽ മന്നത്തിന്റെ സംഭാവനകളെ വളരെ പുകഴ്ത്തി പറഞ്ഞ ശേഷം ഈ വിമോചന സമരവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് മന്നത്തെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടുന്നത്. മന്നത്തിനെ എന്നും വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരായ പ്രചരണത്തിന് പിന്നിലെന്ന് ഒരു CPM-നെ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഫലത്തിൽ ഒരു കടന്നാക്രമണം നടത്തുകയാണ് ജി സുകുമാരൻ നായർ. ഈ ദുഷ്പ്രചരണങ്ങളാണ് ഈ നടത്തുന്നത്, അതിലൊന്നും NSS തളരില്ല. വോട്ട് ബാങ്കിന്റെ പേരിൽ സവർണ അവർണ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വരികയാണ്, അതിന് മുന്നോടിയായി അത്തരത്തിലൊരു നീക്കമാണ് നടത്തുന്നത് എന്നുകൂടി ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെയാണ് CPM-നെതിരെ ഒരു വിമർശനവുമായി ജി സുകുമാരൻ നായർ രംഗത്ത് വരുന്നത്. ശരി, നന്ദി ശ്രീജിത്ത്.